നമസ്കാരം, നിളയൊരു വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പ്രണയം നടിച്ച് തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ അസം സ്വദേശിയടക്കം 2 പേരെ ചങ്ങരംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. അസം ഉറിയൻഘട്ട് സ്വദേശി ഉദയ ഗോക്കോയ്, ചങ്ങരംകുളം കക്കിടിപ്പുറത്ത് താമസിക്കുന്ന ചക്കുളങ്ങര മുഹമ്മദ് ഷഹീർ എന്നിവരെയാണ് അന്വേഷണ സംഘം പോക്സോ ചുമത്തി അറസ്റ്റ് ചെയ്തത്. ഒരാഴ്ച മുമ്പാണ് എടപ്പാളിലെ സ്വകാര്യ സ്ഥാപനത്തിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥിയെ കാണാതായത്. സംഭവത്തിൽ ബന്ധുക്കൾ ചങ്ങരംകുളം പോലീസിന് നൽകിയ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് എടപ്പാൾ ഭാഗത്ത് ജോലി ചെയ്തിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളി പെൺകുട്ടിയെ കടത്തിക്കൊണ്ടുപോയതായി വിവരം ലഭിച്ചത്. വിവാഹം കഴിഞ്ഞ് കുട്ടികളുള്ള ഉദയ് ഗോഗോയി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുമായി സൗഹൃദം സ്ഥാപിച്ച ശേഷം സുഹൃത്തിന്റെ സഹായത്തോടെ ഭീഷണിപ്പെടുത്തി തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. അന്വേഷണത്തിൽ പെൺകുട്ടി ട്രെയിനിൽ നാഗാലാൻഡിലേക്ക് സഞ്ചരിക്കുന്നതായി പോലീസിന് വിവരം ലഭിക്കുകയും ചെയ്തു. വിവേക് എക്സ്പ്രസ് ട്രെയിനിൽ കുട്ടി യാത്ര ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കിയതോടെ മലപ്പുറം SP ചൈത്ര തെരേസ ജോണിന്റെ നിർദ്ദേശപ്രകാരം ധീമാപൂരിലെ RPF ഉദ്യോഗസ്ഥനും മലയാളിയുമായ ജിതിന്റെ നേതൃത്വത്തിലുള്ള RPF സംഘം നടത്തിയ പരിശോധനയിലാണ് ട്രെയിനിൽ നിന്നും പെൺകുട്ടിയെ കണ്ടെത്തിയത്. തുടർന്ന് നാഗാലാൻഡിലെത്തിയ മലപ്പുറം SP നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പെൺകുട്ടിയെയും പെൺകുട്ടിയെ കടത്തിക്കൊണ്ടുപോയ ഉദയ് ഗോഗോയെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. സംഭവത്തിൽ പെൺകുട്ടിയെ ചോദ്യം ചെയ്തതോടെയാണ് ഉദയുടെ സുഹൃത്തു കൂടിയായ മുഹമ്മദ് ഷഹീറും ചേർന്നാണ് പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി കടത്തിക്കൊണ്ടുപോയതെന്ന് വിവരം ലഭിച്ചത്. ലഹരി നൽകി ഉപദ്രവിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്നും പെൺകുട്ടി മൊഴി നൽകി. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ഷഹീറിനെയും പോലീസ് പിടികൂടുകയായിരുന്നു. പ്രതികളെ പൊന്നാനി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പട്ടാമ്പി വല്ലപ്പുഴ പാതയിൽ രൂപപ്പെട്ട കുഴികൾ അടയ്ക്കുന്ന പ്രവൃത്തിയുമായി പഞ്ചായത്ത് അംഗം രംഗത്ത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് റോഡിലെ അപകട ഭീഷണി ഉയർത്തിയ കുഴികൾ അടച്ചത്. പട്ടാമ്പി വല്ലപ്പുഴ പാതയിൽ റോഡ് പാടെ തകർന്നു കിടക്കുകയാണ്. പലയിടത്തും വലിയ കുഴികളാണ് റോട്ടിൽ രൂപപ്പെട്ടിരിക്കുന്നത്. ഇതേക്കുറിച്ച് കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു. നിലവിൽ ശബരിമല പാക്കേജിൽ ഉൾപ്പെടുത്തി റോഡിന്റെ നവീകരണത്തിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെങ്കിലും പ്രവർത്തികൾ എവിടെയും എത്തിയിട്ടില്ല. അതേസമയം തകർന്ന റോട്ടിലൂടെയുള്ള യാത്ര ദുരിതപൂർണമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഗ്രാമപഞ്ചായത്ത് അംഗം P ഷാജിമോന്റെ നേതൃത്വത്തിൽ റോഡിലെ കുഴികൾ അടയ്ക്കുവാൻ രംഗത്തിറങ്ങിയത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു JCB ഉപയോഗിച്ച് കോറിവേസ്റ്റുകൾ ഇട്ട് റോഡിലെ കുഴികളെല്ലാം അടച്ചത്. വാഹന ഗതാഗതത്തിന് തടസ്സമില്ലാത്ത രൂപത്തിലായിരുന്നു പ്രവൃത്തികൾ നടപ്പാക്കിയത്. ചുരക്കോട്, അത്താണി, നെല്ലിശ്ശേരി പാലം എന്നിവിടങ്ങളിലെയെല്ലാം കുഴികൾ പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ തോർത്തു. പലതവണ ബന്ധപ്പെട്ട അധികാരികളോട് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഈ പ്രവൃത്തിയുമായി രംഗത്തിറങ്ങിയെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം ഷാജിമോൻ പറഞ്ഞു. നിരന്തരമായ ആക്സിഡന്റ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് വ്യക്തികൾ ഇന്നലെ പോലും കർശനമായിട്ട് ഒരു ഭയങ്കര അപകടമായ ഒരു ബൈക്കും കാറുകൂടി അപകടം ഉണ്ടായി. പിന്നാലും ബൈക്ക് അപകടപ്പെട്ടു. മൃഗമായ അപകടം ഭയങ്കര പ്രയാസമായിരുന്നു നിലവിലെ PWD ഉദ്യോഗസ്ഥന്മാരോട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ നിലവിലെ വേറെ ഒരു മലബാർടെക്കാണ് ഒരു കമ്പനിയാണ് കോൺടാക്ട് എടുത്തിട്ടുള്ളത്. അവരയാൾ പറഞ്ഞതാണ് അവർ മഴക്കാലത്തിന്റെ പ്രശ്നം കാരണമാണ്. മഴ ഒന്ന് മാറി നിന്നാണ് ചെയ്യാന്നുള്ളതാണ് ഇപ്പോൾ ഇന്ന് കിട്ടിയ ഇപ്പം. അപ്പോൾ നമ്മൾ എന്തായാലും വേണ്ട, അത് കാത്തു നിൽക്കണ്ട. വലപ്പുഴ യാറത്തിലും വലിയ കുഴികളാണ് റോഡിൽ രൂപപ്പെട്ടിരിക്കുന്നത്. മഴ തുടങ്ങിയതോടെ റോഡിലൂടെയുള്ള യാത്ര ദുരിതപൂർണമാണ്. കുഴികളിൽ അകപ്പെട്ടുള്ള അപകടങ്ങളും ഇവിടെ പതിവായിരുന്നു. നിരവധി അപകടങ്ങൾ ഇവിടെ ഉണ്ടായ സാഹചര്യത്തിൽ കൂടിയാണ് ഗ്രാമപഞ്ചായത്ത് അംഗം കുഴികളടയ്ക്കുവാൻ നേരിട്ട് രംഗത്തിറങ്ങിയത്. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ ബിരുദദാന ചടങ്ങ് നടന്നു. മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിലാണ് UG കോൺവെക്കേഷൻ സെറിമണി സംഘടിപ്പിച്ചത്. ബിരുദം നേടിയവർക്കുള്ള ബിരുദദാന ചടങ്ങായിരുന്നു കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയത്. മുഹമ്മദ് മുഹസിൻ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വിവിധ അവസരങ്ങൾ തേടിയുള്ള യാത്ര ആരംഭിക്കുകയാണ്. അത് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ പിന്നീട് കോളേജിന്റെ അലുമിനായി വലിയ കോളേജിന് പോലും അഭിമാനമാകുന്ന, നാടിന് അഭിമാനമാകുന്ന ഒരുപാട് പേര് ഇവിടുന്ന് ഇറങ്ങിപ്പോയി. ഇനി കുറച്ചു കാലം കഴിയുമ്പോൾ അങ്ങനെ ആവും എന്ന പ്രതീക്ഷയാണ്.
നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാനും ഈ സമയത്തിലൂടെ കടന്നുപോയതുകൊണ്ട് എനിക്ക് തോന്നുന്നത് സമ്മിശ്രമായിട്ടുള്ള ഒരു വികാരമാണ്. ചിലർ വളരെ എക്സൈറ്റഡ് ആയിരിക്കും, സന്തോഷത്തിലായിരിക്കും. കോഴ്സ് കഴിഞ്ഞിരിക്കുകയല്ലോ, 3 കൊല്ലം അല്ലെങ്കിൽ വലിയൊരു പരിശ്രമമായിരുന്നു കഴിഞ്ഞു എന്നുള്ളൊരു സമാധാനവും സന്തോഷവും ഒക്കെ. ചിലർക്കാണെങ്കിൽ അയ്യോ ഇനിയിപ്പോ എന്താ ചെയ്യുക, അത്ര ദിവസം കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നവരെ ആലോചിച്ചാൽ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്, തുടർന്ന് പഠിക്കണോ അതല്ലെങ്കിൽ ജോബ് മാർക്കറ്റിലേക്ക് ഇറങ്ങണോ എന്നുള്ള ആശങ്കയിൽ, ഇറങ്ങിയാൽ എന്താണ് എന്നുള്ള ആശങ്കയിൽ നിൽക്കുന്നവരുണ്ടാവും. ചിലർ വളരെ സ്പെസിഫിക് ആയ അടുത്ത കോഴ്സിൽ ഓൾറെഡി ചേർത്തവരോ അല്ലെങ്കിൽ ചേരാൻ വേണ്ടി തീരുമാനിച്ച എല്ലാ കാര്യങ്ങളും നീക്കിയവരുണ്ടാവും. ചിലരെങ്കിലും വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലാതെ കംപ്ലീറ്റ് ചെയ്തു, ഓക്കെ ഇനി എന്താ ചാവട്ടെ എന്ന് വിചാരിക്കുന്നവരുണ്ടാവും. അങ്ങനെ പലതരത്തിലുള്ള ചിന്തകളുമായി ഇരിക്കുന്നവരായിരിക്കും. പട്ടാമ്പി നഗരസഭാ ചെയർമാൻ ടി പി ഷാജി മുഖ്യാതിഥിയായി. അധ്യാപകർ, PTA ഭാരവാഹികൾ, യൂണിയൻ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരും പങ്കെടുത്ത് സംസാരിച്ചു. ലോകകപ്പ് ഫുട്ബോൾ 2ാം സെമിയിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയും 6 പതിറ്റാണ്ടിലേറെ കിരീട വരൾച്ചയ്ക്ക് പരിഹാരം തേടി ഇംഗ്ലണ്ടും നേർക്കുനേർ ഏറ്റുമുട്ടുമ്പോൾ മറ്റൊരു ക്ലാസിക് പോരിനാണ് ലോകം സാക്ഷ്യം വഹിക്കുക. ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും വൈകാരികമായ ഫുട്ബോൾ പോരാട്ടത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ആരാധകരുടെ പ്രതീക്ഷകൾ ഏറെയാണ്. കാണാം പീപ്പിൾസ് ടോക്ക്. കപ്പടിക്കും. കാരണം നിലവിലെ ടീം അതിന് അവസാന നിമിഷത്തിലും അവർ ഊർജ്ജം തിരിച്ചെടുത്ത് പോരാട്ടം കാഴ്ചവെക്കാൻ കഴിവുള്ള ടീമാണ്. അർജന്റീനയാണ് എൻ്റെ ഇഷ്ട ടീം. ഇവർ തിരിച്ച് ഗോൾ അടിക്കണ്ടല്ലോ, അവർ മാറിന്നല്ലോ ഗോൾ അടിക്കുന്നത്, കളിച്ചുകൊണ്ടാണല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ആരോപണങ്ങൾ വെറും വിഡിത്തരത്തിൻ്റെ ഒരു ആരോപണങ്ങളാണ്. കമ്മിറ്റി ടീമാണ്, അതാണ് അത് തോൽക്കുമ്പോൾ ഉണ്ടാവുന്ന അല്ലെങ്കിൽ തോൽവി ഉണ്ടാകുമ്പോൾ അവർ വലിയ മറ്റുള്ള ബ്രസീൽ പോലുള്ള ആരാധകർ ഉണ്ടാക്കുന്ന വെറുതെ ഒരു കഥ. അർജന്റീനയ്ക്കും അത് അർജന്റീന അങ്ങനെയാണ് കളി, കപ്പടിക്കും. ഇംഗ്ലണ്ട് കാരണം അതാ എല്ലാവർക്കും വേണ്ട കപ്പ്. കഴിഞ്ഞ പ്രാവശ്യം അർജന്റീന അടിച്ചില്ലേ, പ്രാവശ്യം ഇംഗ്ലണ്ട് എടുക്കട്ടെ. എന്ന് പറഞ്ഞാൽ നല്ല കളിയാണ് അവരുടെ. അർജന്റീനയെ സംബന്ധിച്ചിട്ട് മെസ്സി എല്ലാ ഇതിലും നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ അർജന്റീന ജയിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത്. രണ്ടും നല്ല ടീമാണ്, പക്ഷേ അർജന്റീനയാണ് കൂടുതൽ സാധ്യതയായിട്ട് തോന്നുന്നത്. അവരുടെ പെർഫോമൻസും ഗോളിയും എല്ലാം നല്ലതായിട്ട് തോന്നി. അർജന്റീനയുടെ ഉറപ്പെന്ന് നമുക്ക് പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ കളിച്ച കളികൾ കോച്ച് ഓരോ ടീമിനെതിരെയും എങ്ങനെ കളിക്കണം എന്നുള്ള കോച്ചിങ് കൊടുത്തിട്ടാണ് അപ്പോൾ എന്തായാലും അത് അർജന്റീന തന്നെ ജയിക്കും. ഇതുവരെയുള്ള കളികൾ എടുത്ത് നോക്കിയാൽ തന്നെ അർജന്റീനയുടെ ലാസ്റ്റത്തെ കളി ഫിഫയുമായിട്ടുള്ള ഒരു കളിയായിരുന്നു. ഫിഫയും അർജന്റീനയും കൂടി കളിക്കുമ്പോഴാണ് ഇതുവരെയുള്ള ലാസ്റ്റത്തെ 3 കളി അർജന്റീന ജയിച്ച് കയറിയത്. ഈ ഇംഗ്ലണ്ടിൻ്റെ ടീം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫോർവേഡുകളാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ അടുത്ത കാലത്ത് ഒരു 4 വേൾഡ് കപ്പ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും ശക്തമായ പ്രതിരോധ നിരയും അതുപോലെ തന്നെ നല്ല ഫോർവേഡുകളുള്ള ഒരു ടീമായിട്ട് ഇംഗ്ലണ്ട് വളർന്നിട്ടുണ്ട്. അത് വെച്ച് തന്നെ നോക്കുമ്പോൾ അർജന്റീനയ്ക്ക് യാതൊരു രക്ഷയും ഈ സെമിയിൽ കാണാൻ കഴിയില്ല. അത് നമ്മുടെ അർജന്റീന തന്നെ. അത് നമ്മൾ കാലം കുറേയായിട്ട് അർജന്റീന കളി കാണാറില്ലേ. ഇപ്പം 2-3 കളി കുറച്ച് മോശമാണെങ്കിലും ഈ കളി എന്തായാലും പിടിച്ചിരിക്കും. ഈ കപ്പടിച്ചിരിക്കും ഇപ്രാവശ്യം. അങ്ങനെ വീഴ്ത്താൻ പറ്റും. ഇംഗ്ലണ്ടിന് സാധ്യത, ശക്തമായ കളി അവർ കളിച്ചിട്ടുണ്ട്. ഇതുവരെ കളിച്ചതല്ലേ. അപ്പോൾ നല്ലൊരു കളി നാളെ ഉണ്ടാവും. ഇംഗ്ലണ്ട് അതിൽ ജയിക്കും എന്നുള്ളതാണ് വിശ്വാസം. ഫൈനലിലേക്ക് ഇംഗ്ലണ്ട് പോകും. ആ കഴിവുണ്ട് ഇംഗ്ലണ്ട്, നന്നായി കളിക്കുന്നുണ്ട്. അർജന്റീന പ്രാവശ്യം കപ്പെടുക്കില്ല. കാരണം എല്ലാ പ്രാവശ്യം എടുക്കുന്ന ആൾക്കാർ അവരുണ്ടല്ലോ. ഈ പ്രാവശ്യം കളി മാറി പോട്ടെ. കപ്പ് അവരുണ്ടല്ലോ ഒറ്റ ഇതില്ല ഈ പ്രാവശ്യം. അടുത്ത കളി നോക്കാൻ പോകും. ഇതിപ്പോൾ സാധ്യമാണെങ്കിൽ എന്താ നാളെ ഇപ്പോൾ ചോദിക്കണ്ട. അർജന്റീന നല്ല ടീം. ഇപ്പോൾ ഇതുവരെ കളിച്ച കളികളൊക്കെ ജയിച്ചു വന്നിട്ടുണ്ട്. അവർക്കൊരു ഭാഗ്യമുള്ള ടീമാണ്. ലാസ്റ്റ് ഇതിൽ എന്തായാലും ഗോളടിക്കും. ഇപ്രാവശ്യത്തെ ഇവരുടെ അർജന്റീന കളി മോശം കളിയാണ്. കോച്ചാണ് കളിച്ചിരിക്കുന്നത്. ആ കളി കണ്ടാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. മെസ്സിനെ അർജന്റീന ടീമിനെ അവിടെ എത്തുക എന്നുള്ളത് കോച്ചിൻ്റെയും ഫിഫയുടെയും തീരുമാനമാണ്. അവർ സെറ്റ് ചെയ്താൽ ഫൗൾ ചെയ്താലും ഒന്നും മഞ്ഞക്കാടില്ല. മറ്റുള്ള കാൽമേ ബോൾമേ ഔട്ടിയാലും മഞ്ഞക്കാടാണ്. അതുതന്നെയാണ് ഇപ്രാവശ്യം പറയുന്നത്. അർജന്റീന ഇപ്രാവശ്യം കപ്പെടുക്കുക യാതൊരു കാരണവശാലും ഇല്ല. നാളത്തെ കളിയിൽ ഇംഗ്ലണ്ട് ജയിക്കും. ഭയങ്കര പെർഫോമൻസാണ് മെസ്സി. പിന്നെ ജനങ്ങൾക്ക് എല്ലാവർക്കും അർജന്റീന ജയിക്കണം തന്നെയാണ് ഇഷ്ടം. എൻ്റെ പ്രതീക്ഷയിൽ അർജന്റീന ജയിക്കുക. എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം അർജന്റീന എടുത്തല്ലേ, പ്രാവശ്യം എന്തായാലും ഇംഗ്ലണ്ട് എടുക്കട്ടെ. ഇനി ഇംഗ്ലണ്ടിന് സാധ്യതയുണ്ട്. ഇംഗ്ലണ്ട് എടുക്കട്ടെ. അവർ നന്നായിട്ട് കളിക്കുന്നുണ്ട്. നല്ല സ്പിരിറ്റ് ഇട്ടിട്ട് തന്നെയാണ് അവർ കളിക്കണേ. അപ്പോൾ എന്തായാലും പ്രാവശ്യം ഇംഗ്ലണ്ട് എടുക്കട്ടെ.
ഇഷ്ടം ഇംഗ്ലണ്ടിനാണ്. അത് ഞങ്ങൾ ഇതുപോലെ തന്നെയാണ് 2022 കളി വന്നിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ കളി തോറ്റിട്ടാണ് ഞങ്ങൾ ഫൈനലിൽ കപ്പടിച്ചത്. അതും ലോകോത്തര ഫുട്ബോളറായ തോൽക്കും. അർജന്റീന ഇങ്ങനത്തെ കളി ചെയ്ത് തോൽവി ഉറപ്പാ. ഇംഗ്ലണ്ട് ബ്രസീൽ ആരാധകര്, അതുപോലെ ഈ തോറ്റ് പിന്നാലേക്ക് പോയിട്ടുള്ള എല്ലാ ആൾക്കാരും കൂടി എല്ലാവരും കൂടിയിട്ടുള്ള ആഗ്രഹമാണ് അർജന്റീന നാളെ തോൽക്കണം എന്നുള്ളത്. പക്ഷെ ഞങ്ങൾ ജയിച്ചിരിക്കും. അവർ മുന്നണിയാണ് ഇപ്പോൾ. പക്ഷെ ഞങ്ങൾ വിജയിച്ചിരിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് കോൺഫിഡൻ്റ് ആണ് അർജന്റീന ആരാധകർക്ക്. അർജന്റീന ഫോം ഇപ്പോൾ കുറവാണ്. ഭാഗത്തിൽ തട്ടുപിടി ജയിച്ചു പോകുന്നുള്ളൂ. ഇംഗ്ലണ്ട് ഇപ്പോൾ നല്ല ഫോമിലാണ് കളിക്കണം. ഇംഗ്ലണ്ട് മിക്കവാറും ജയിക്കുന്ന ചാൻസ്. ഞാൻ പോർച്ചുഗലായിരുന്നു. ഇപ്പോൾ തോറ്റും. ഇനിയിപ്പോൾ ഇംഗ്ലണ്ടിനൊപ്പം ചാലിശ്ശേരി പൗർണമി വായനശാലയിൽ വായന പക്ഷാചരണ സമാപനവും IV ദാസ് അനുസ്മരണവും സംഘടിപ്പിച്ചു. സാഹിത്യകാരി ലത അതിയാരത്ത് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ സന്ധ്യ വി അധ്യക്ഷയായി. വായന പക്ഷാചരണത്തിന്റെ ഭാഗമായി PN പണിക്കർ, OV വിജയൻ, K ദാമോദരൻ, വൈക്കം മുഹമ്മദ് ബഷീർ, IV ദാസ് എന്നിവരെ അനുസ്മരിക്കുന്ന പരിപാടികൾ സംഘടിപ്പിച്ചു. കഥാവായന, കവിതാ പാരായണം, റീഡിംഗ് തിയേറ്റർ, ക്വിസ് മത്സരം തുടങ്ങിയ വൈവിധ്യമാർന്ന പരിപാടികളും സംഘടിപ്പിച്ചു. വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. യുവജനവേദി കൺവീനർ കാവ്യ KR സ്വാഗതവും ബാലവേദി മെന്റർ അനാമിക നന്ദിയും പറഞ്ഞു. സുജിത നിമേഷ്, ഋതുദേവ്, ഗായത്രി, അഭിനന്ദ്, വിനയ്, KK പ്രഭാകരൻ എന്നിവർ നേതൃത്വം നൽകി. തൃത്താല ആലൂർ ചാമുണ്ടിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ വൈശാഖമേളയ്ക്ക് വ്യാഴാഴ്ച തുടക്കമാകും. 27ാമത് വൈശാഖമേളയ്ക്കായുള്ള ഒരുക്കങ്ങളെല്ലാം ക്ഷേത്രത്തിൽ പൂർത്തിയായി. വ്യാഴാഴ്ച വൈകിട്ട് 5 മണിക്ക് ക്ഷേത്രം തന്ത്രി അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് മേളയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. രവീന്ദ്രൻ വെളിച്ചപ്പാട് അധ്യക്ഷനാവും. വിനയഗോപാലൻ, ജ്യോതിദാസ്, AP മുരളീധരൻ, MA ശ്രീനിവാസൻ, സഞ്ജിത് പണിക്കർ, KP വിജീസ് തുടങ്ങിയവർ പങ്കെടുക്കും. ചടങ്ങുകളുടെ ഭാഗമായി ജൂലൈ 17 വെള്ളിയാഴ്ച മുതൽ ജൂലൈ 23 വ്യാഴം വരെ ഭാഗവത സപ്താഹ യജ്ഞം നടക്കും. പുല്ലൂർമണ്ണ മണിവർണ്ണൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. എല്ലാ ദിവസവും വിഷ്ണുകാലത്ത് 6:30 മുതൽ വൈകിട്ട് 6:30 വരെ വിഷ്ണു സഹസ്ര നാമജപവും ഉണ്ടാകും. വൈശാഖമേളയുടെ ഭാഗമായി ജൂലൈ 24 കാലത്ത് മഹാഗണപതി ഹോമം, തുടർന്ന് ആനയൂട്ട്, അഷ്ടപതി എന്നിവ നടക്കും. കൂടാതെ വിവിധ ദിവസങ്ങളിലായി കലാപരിപാടികൾ, നൃത്തനൃത്യങ്ങൾ എന്നിവയും ഉണ്ടാകും. കൂടാതെ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾക്കായി അന്നദാനവും ഒരുക്കിയിട്ടുണ്ട്. ഓഗസ്റ്റ് 9 മഹാചണ്ഡിക യജ്ഞം നടക്കും. ഡോക്ടർ ശശികുമാര ശർമ്മയാണ് യജ്ഞാചാര്യൻ. ജൂലൈ 16 ആരംഭിക്കുന്ന വൈശാഖമേള ഓഗസ്റ്റ് 9 സമാപിക്കും. ഈ വർഷം 24 ദിവസമാണ്. എല്ലാ ദിവസവും സപ്താഹ യജ്ഞമുണ്ട്, നവാഹമുണ്ട്, പിന്നെ ഗണപതി ഹോമം, ചണ്ഡി ഹോമം, ഭഗവത് സേവ, പിന്നെ പ്രഭാഷണങ്ങൾ, ഭക്തി ഗാനമേള, പിന്നെ കലാപരിപാടികൾ തുടങ്ങിയവയുണ്ട്. പിന്നെ വിത്തി ഗോപാല മന്ത്രാർച്ചന, കുമാരി പൂജ, പിന്നെ വരുന്ന ഭക്തർക്ക് എല്ലാവർക്കും നമ്മൾ വിപുലമായി തന്നെ. ഓട്ടോ ടാക്സി ആൻഡ് ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് യൂണിയൻ CITUവിന്റെ പടിഞ്ഞാറൻ മേഖല വാഹന പ്രചരണ ജാഥയ്ക്ക് പട്ടാമ്പിയിൽ സ്വീകരണം നൽകി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ പ്രചരണാർത്ഥമാണ് ജാഥ നടത്തുന്നത്. ഓട്ടോ ടാക്സി നിരക്ക് പരിഷ്കരിക്കുക, ഇന്ധനവില വർധനവ് പിൻവലിക്കുക, പൊതുവാഹനങ്ങൾക്ക് സബ്സിഡി നിരക്കിൽ ഇന്ധനം വിതരണം ചെയ്യുക, തൊഴിലാളി ദ്രോഹ ലേബർ കോഡ് ഉപേക്ഷിക്കുക, മോട്ടോർ തൊഴിലാളികൾക്ക് ESI അനുവദിക്കുക, വിലകയറ്റം തടയുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഓട്ടോ ടാക്സി ആൻഡ് ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് യൂണിയൻ CITU ജൂലൈ 24 സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുന്നത്. മാർച്ചിന്റെ പ്രചരണാർത്ഥമുള്ള പാലക്കാട് ജില്ലാ പടിഞ്ഞാറൻ മേഖല വാഹന ജാഥയ്ക്കാണ് പട്ടാമ്പിയിൽ സ്വീകരണം നൽകിയത്. മുൻ MLA K ബാബുവാണ് ജാഥ ക്യാപ്റ്റൻ. ജാഥ ക്യാപ്റ്റനെയും അംഗങ്ങളെയും ഹാരമണിച്ച് സ്വീകരിച്ചു. പട്ടാമ്പി AN കൃഷ്ണകുമാർ, സഖാവ് ഷാജഹാൻ, ഈ ജാഥയിൽ പ്രധാനമായി ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് ലൈറ്റ് മോട്ടോർ വാഹന രംഗത്തുള്ള മിനിമം ചാർജ് വർദ്ധിപ്പിക്കണം. 2022 മെയ് മാസം 1-ാം തീയതി മുതലാണ് ചാർജ് വർദ്ധിപ്പിച്ചത്. അന്നുള്ള പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയല്ല ഇന്നുള്ളത്. ഇന്ധനമൊഴിച്ച് ഓടുന്ന വാഹനങ്ങൾക്ക് ഇന്ധനത്തിന്റെ വില വർദ്ധിപ്പിക്കുന്നതനുസരിച്ച് മിനിമം ചാർജ് കിട്ടിയില്ലെങ്കിൽ ബസ് സർവീസ് നിർത്തിവെക്കുന്നത് പോലെ ഈ മേഖലയിലെ സാധാരണക്കാരുടെ ഗതാഗത രംഗത്ത് വലിയ പങ്ക് വഹിക്കുന്ന ഓട്ടോറിക്ഷകളും ടാക്സികളും നിർത്തിവെക്കേണ്ടി വരും. ഞങ്ങൾ ഈ ഇന്ധനം വില വർദ്ധിപ്പിച്ചതിന്റെ ഭാഗമായി ചാർജ് വർദ്ധിപ്പിക്കണം എന്ന് പറയുന്നത് ഒരു ന്യായമായ കാര്യമാണ്.
പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെയും സംഘർഷത്തിന്റെ ഭാഗമായിട്ടാണ് ലോകത്തെമ്പാടുമുള്ള ക്രൂഡ് ഓയിലിന്റെ വില നിലവിലുണ്ടായിരുന്ന $71 നിന്നും $125 കൂടി. അപ്പോ ഒരാഴ്ച കൊണ്ട് ഇവിടെ 7.5 രൂപ പെട്രോളിനും 7.5 രൂപ ഡീസലിനും പാചകവാതകം 19 കിലോ ഉള്ള ഈ വ്യവസായ യൂണിറ്റുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സാധനത്തിന് 1150 രൂപ വർദ്ധിപ്പിച്ച് 3165 രൂപയിലും CNGക്ക് 71 മുതൽ 79, 84 രൂപയിലേക്കും വർദ്ധിച്ചു. അല്ലോ, വീട്ടിലേക്ക് ആവശ്യമായ ഗ്യാസ് സിലിണ്ടറിന് വില എത്രയാണ് ഇപ്പൊ അറിയോ? നമ്മൾ പറഞ്ഞു വീട്ടുകാരിൽ അത് വാങ്ങിക്കലും കൊടുക്കുകയാണ്. എ നീരജ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. PP വിജയൻ, K രാധാകൃഷ്ണൻ, K കൃഷ്ണകുമാർ, KP അജയൻ, T ഉണ്ണികൃഷ്ണൻ, K സതീഷ്, K ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ജാഥ ലക്ഷ്യങ്ങളെക്കുറിച്ച് ജാഥ ക്യാപ്റ്റൻ K ബാബു സംസാരിച്ചു. പട്ടാമ്പി നഗരസഭയിൽ നമസ്തേ ദിനാചരണം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ TP ഷാജി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിർദ്ദേശപ്രകാരം ശുചീകരണ തൊഴിലാളികളുടെ സുരക്ഷയും അന്തസ്സും ക്ഷേമവും മുൻനിർത്തി നടപ്പിലാക്കുന്ന നമസ്തേ പദ്ധതിയുടെ ഭാഗമായാണ് പട്ടാമ്പി നഗരസഭയിൽ നമസ്തേ ദിനാചരണം സംഘടിപ്പിച്ചത്. നഗരസഭയിലെ ഹരിതകർമ്മസേന അംഗങ്ങൾക്കും ശുചീകരണ തൊഴിലാളികൾക്കുമായി സംഘടിപ്പിച്ച പ്രത്യേക പരിപാടി നഗരസഭാ ചെയർമാൻ TP ഷാജി ഉദ്ഘാടനം ചെയ്തു. ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് കാർഡ്, സുരക്ഷാ ഉപകരണങ്ങളുടെ കിറ്റ്, ഗ്രീൻ വാരിയൽ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ വിതരണവും ഇതിന്റെ ഭാഗമായി നടന്നു. പട്ടാമ്പി നഗരത്തിന്റെ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ശുചീകരണ പ്രവർത്തന രംഗത്ത് വിപ്ലവകരമായ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിച്ചു. എല്ലാ ദിവസവും നമ്മൾ കൃത്യമായി നഗരം വൃത്തിയാക്കാറുണ്ട്. എല്ലാ കടകളിലും വീടുകളിൽ നിന്ന് മാലിന്യം ശേഖരിക്കാറുണ്ട്. അത് വളരെ കൃത്യമായി സംസ്കരിക്കാറുണ്ട്. ഓരോ തൊഴിലാളികൾക്കും ഓരോ കാലഘട്ടത്തിനനുസരിച്ച് വേതനം വർദ്ധിപ്പിക്കാറുണ്ട്. അങ്ങനെ എല്ലാ മേഖലയിലും വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പട്ടാമ്പിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാം, ഭാരതപ്പുഴ നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുക. ഒരു പക്ഷേ ഏകദേശം 5 മുതൽ 8 കിലോമീറ്റർ വരെ ഭാരതപ്പുഴയുടെ തീരത്ത് നിൽക്കുന്ന ഒരു പട്ടണമാണ് പട്ടാമ്പി. ആയതുകൊണ്ട് തന്നെ ആ വെള്ളം ഈക്കോളി സാന്നിധ്യമില്ലാതെ അല്ലെങ്കിൽ മാലിന്യമുക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകുക എന്ന പ്രതിജ്ഞാബദ്ധമായ പദ്ധതികളുമായിട്ടാണ് നഗരസഭ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ പട്ടാമ്പി നഗരത്തിലെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ നേരിട്ട് പുഴയിലേക്ക് മാലിന്യം ഒഴുക്കുന്നതായി നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 10,000 കണക്കിൽ വരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഭാരതപ്പുഴയുടെ സമീപത്ത് താമസിക്കുന്നത്. അപ്പൊ അവർക്കൊക്കെ ആവശ്യമായ ടോയ്ലറ്റ് സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത കെട്ടിടങ്ങൾ. നഗരസഭ വൈസ് ചെയർപേഴ്സൺ അസ്ന അരീഫ അധ്യക്ഷയായിരുന്നു. ക്ലീൻ സിറ്റി മാനേജർ സുബ്രഹ്മണ്യൻ, നഗരസഭാ കൗൺസിലർമാരായ MP സുബ്രഹ്മണ്യൻ, CP സജാദ്, ഷാഹുൽ അമീദ്, P സാദിഖ്, മുഹമ്മദ് ഷഫീഖ് ഉൾപ്പെടെയുള്ളവരും പങ്കെടുത്ത് സംസാരിച്ചു. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.